അശോക് കുമാർ നോക്കൂ, അശോക് കുമാർ, ഈ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബീഹാറിൻ്റെ അവസ്ഥ ശരിക്കും മനസ്സിലാക്കി അവിടുത്തെ യുവാക്കളിലേക്കും മഹിളകളിലേക്കും ഇറങ്ങിച്ചെന്ന് നിങ്ങൾ മുദ്രാവാക്യം ഉയർത്തി എന്നതാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേന്ദ്രവും സംസ്ഥാനവും ഭരിച്ചുകൊണ്ടിരുന്ന ഈ സർക്കാരുകൾക്ക് അവിടെ ഇവരുടെ കാര്യത്തിൽ കൃത്യമായി ഇടപെടാൻ പറ്റിയില്ല എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അത് വീണ്ടും അവർക്ക് ഞങ്ങൾ നൽകുമെന്നൊരു വാഗ്ദാനവുമായിട്ടാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. അല്ലാതെ ഇതുവരെ നിങ്ങൾ നേടിക്കൊടുത്തതിൻ്റെ ജംഗിൾ രാജ് എന്ന് പറയുന്നത് മാറ്റി എന്നുള്ളത് ഈ നേരത്തെ വോട്ട് ചോരി എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു പ്രയോഗം പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. നല്ല രീതിയിലൊരു ജാർഗൺ എന്നുള്ള നിലയ്ക്ക് അല്ലാതെ അതിനെ കാണാൻ ആകില്ല. അവിടെ എന്തൊക്കെ നിങ്ങൾ കൊടുത്തു എന്നുള്ളതിന്, വികസനത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ ഫണ്ട് കൊടുത്തത് ഉൾപ്പെടെ ജനങ്ങളിലേക്ക് തന്നെ എത്തി എന്നതിന് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞോ? അല്ല, അവിടെ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അഭിമുഖീകരിക്കുന്നത് ഇൻകോമ്പൻസീവ് ഫാക്ടറാണ്. ഒരു 5 വർഷം അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പോലും അതിൽ നിന്ന് മുക്തമല്ല. ആ സമയത്താണ് 20 വർഷം തുടർച്ചയായിട്ട് അധികാരത്തിലിരുന്ന ഒരു ഗവൺമെൻറ്റിനെ അതിനേക്കാൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന മുൻപെങ്ങും കിട്ടാത്ത തരത്തിലുള്ള ഭൂരിപക്ഷത്തോടു കൂടി ജനങ്ങൾ അധികാരത്തിലേറ്റുന്നത്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുകയാണെങ്കിൽ ഇത്രയും ഭംഗിയായിട്ട് ഭരണവിരുദ്ധ വികാരത്തെ മറികടന്ന ഒരു സർക്കാർ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ 20 വർഷത്തിന് ശേഷം വീണ്ടും എന്തുകൊണ്ട് നിതീഷ് കുമാർ എന്ന ചോദ്യത്തിനാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ ഉത്തരം രാഹുൽ ഗാന്ധിയുടെ രാജ്യവിരുദ്ധം എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ എതിർത്തത് കൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റില്ല. അത് ജുഡീഷ്യറി ആയിക്കോട്ടെ, ഇലക്ഷൻ കമ്മീഷൻ ആയിക്കോട്ടെ, വോട്ടിംഗ് മെഷീൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സംവിധാനങ്ങളെ രാഷ്ട്രപതി അങ്ങനെ ഭരണഘടനാ സംവിധാനത്തെ മുഴുവൻ എതിർത്തുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ അപകടപ്പെടുത്തുന്നത് പോലെ സൈന്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സിന്ദൂർ ഓപ്പറേഷനെ വിശ്വാസത്തിലെടുക്കാതെ ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ രാജ്യവിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്നു. അങ്ങനെ നിലപാടുകൾ എടുത്താൽ മുൻകാലങ്ങളിലൊക്കെ അവർ പ്രതീക്ഷിച്ചിരുന്നത് ഇന്ത്യയിലെ മുസ്ലിം മൈനോറിറ്റി അവരോടൊപ്പം നിൽക്കുമെന്ന്. ഇന്നത്തെ റിസൾട്ടിലെ ഏറ്റവും ഭംഗിയുള്ള കാര്യം ഇന്ത്യയിലെ മുസ്ലിം മൈനോറിറ്റിക്ക് പോലും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിശ്വാസമില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെയാണ്. വേതാളവും മറ്റേ ഇതെന്ന് പറയുന്നത് പോലെ ഓരോ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ തോളിലേറിക്കൊണ്ടാണ് കോൺഗ്രസ് നിലനിൽക്കുന്നത്. അക്കാര്യത്തിൽ ആരും ഭേദമല്ല എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ രണ്ട് പക്ഷവും, അതായത് NDAയുടെ പക്ഷത്തും ഇത് തന്നെയാണല്ലോ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. ആരുടെ തോളിൽ ആരാണ്? മോഡിയുടെ തോളിലാണോ നിതീഷിന്റെ തോളിലാണോ മോഡി എന്നുള്ളതാണ്. ഇപ്പോൾ നോക്ക്, കേന്ദ്രത്തിൻ്റെ കാര്യം നോക്കുക. കേന്ദ്രത്തിൽ നിതീഷിനെ നിങ്ങൾക്കിപ്പോൾ ഇവിടെ പിണക്കേണ്ടി വന്നാൽ ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ കക്ഷി നിങ്ങളാണല്ലോ, BJP ആണല്ലോ. നിങ്ങൾ ജനങ്ങൾ പറയുന്ന അനുസരിച്ചാണ് കേൾക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് നേതൃത്വം ഏറ്റെടുക്കേണ്ട അവസ്ഥയാണ്. നിങ്ങൾ നിതീഷിനെ മാറ്റി നിങ്ങൾ നേതൃത്വത്തിലേക്ക് വരുമോ? നിങ്ങൾക്കതിന് പറ്റുമോ? നിങ്ങളതിന് ശ്രമിച്ചാൽ നിങ്ങളുടെ കേന്ദ്ര സർക്കാർ താഴെ പോകും. അല്ല, കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ 5 വർഷക്കാലവും നിതീഷിനേക്കാൾ കുറവ് ഞങ്ങളെക്കാൾ കുറവായിരുന്നല്ലോ ജനതാദൾ യുവിന്റെ സീറ്റ്. പക്ഷേ അത് അവരെയുള്ള അധികാരത്തിലിരുത്തിയത്. അപ്പൊ അതിന് കാരണമാണ് പറഞ്ഞത്. അതേ അവസ്ഥ ഇപ്പോഴും തുടരുന്നുണ്ട്. ഞങ്ങൾക്ക് അംഗീകരിക്കാവുന്നതാണ്. അതിന് ഞങ്ങൾക്ക് എതിർപ്പില്ലാന്നേ. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് JDU. ആ JDUവിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ പോകും. കോൺഗ്രസ് പോലെ അല്ല ഞങ്ങൾ. കോൺഗ്രസിൻ്റെ ഒപ്പം ആയിരുന്നല്ലോ രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ പ്രാദേശിക പാർട്ടികളെല്ലാം തന്നെ. ആ പാർട്ടികളെയൊക്കെ ഇല്ലാതാക്കിയത് ഈ കോൺഗ്രസിനോടൊപ്പം ഒത്തുചേരലേ. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, അടൽ ബിഹാരി വാജ്പേയിയെ പുറത്താക്കാൻ വേണ്ടി ഇടതുപക്ഷം കോൺഗ്രസിനെ പിന്തുണയ്ക്കുമ്പോൾ 64 പാർലമെന്റ് അംഗങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ. ഇന്ന് ഇടതുപക്ഷത്തിന് 4 പേരായി ചുരുങ്ങിയെങ്കിൽ അത് കോൺഗ്രസുമായി ഉണ്ടാക്കിയ ബാന്ധവമാണ്. അല്ല, ജനാധിപത്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വലിയ വിശ്വാസികളാണ് ണെങ്കിൽ ഈ പറയുന്ന പാർട്ടികളെ മുക്തമാക്കുന്ന ഒരു ഭാരതമല്ലല്ലോ നിങ്ങളും ചിന്തിക്കേണ്ടത്. നിങ്ങളും അതുതന്നെയാണ്. പ്രതിപക്ഷത്തെ ആ രീതിയിലാണ് നിങ്ങൾ കോൺഗ്രസിനെ ഉൾപ്പെടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ തന്നെ ഭരണത്തിലിരിക്കുന്ന സർക്കാരുകളെ നിങ്ങൾ ഒറ്റയടിക്ക് വിഴുങ്ങി നിങ്ങളുടെ സർക്കാരുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ബീഹാറിലും നിങ്ങളുടെ ഒരു പരീക്ഷണം മാക്സിമം നിങ്ങൾ നോക്കി. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും JDUവിനെ വല്ലാതെ താഴേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. JDU ഇപ്പോഴും നിങ്ങളെ എന്താണ് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിൽ തന്നെയാണ്. ഞാനൊന്ന് പറയാം. ഞങ്ങൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാച്യാർത്ഥത്തിലല്ല എടുക്കേണ്ടത്, വ്യംഗ്യാർത്ഥത്തിലാണ്. അത് അഴിമതി മുക്ത ഭാരതം എന്നുള്ളതാണ്. ഈ
ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും പറ്റിയ ഏറ്റവും വലിയ അബദ്ധം തേജസ്വി യാദവ് തിരിച്ചു വരുന്നു എന്ന്, ലാലു പ്രസാദിന്റെ മകൻ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തു. ആ സമയത്താണ് ഞങ്ങൾ പറഞ്ഞത് 20 വർഷം മുൻപ് നിതീഷ് ഏറ്റെടുക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ലാലുവിൻ്റെ കാലഘട്ടത്തിലേക്ക് തേജസ്വി യാദവ്, അതായത് നിരവധി അഴിമതി കേസുകൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ലാലു പ്രസാദിന്റെ മകൻ 20 വർഷം പിന്നിലേക്ക് ബീഹാറിനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോഴാണ് അഴിമതിയുടെ കാര്യത്തിൽ ബി ജെ പിയിലും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യം തന്നെ എടുത്താൽ, നമ്മുടെ സംസ്ഥാനത്ത് ബി ജെ പിയുടെ അധ്യക്ഷനായിരിക്കുന്ന ആളിനെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വാർത്തകൾ എന്താണെന്നുള്ളത് ഞാൻ അത് പറയുന്നതിന് മുമ്പ് താങ്കൾ ഇടപെടുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു. കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് ഞാൻ പറയട്ടെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ അഴിമതിയുടെ പേരിൽ ഏതെങ്കിലും ഒരു മന്ത്രി രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ടോ ശ്രീലാൽ? നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? നിങ്ങൾക്ക് സംസ്ഥാനത്തെ ബി ജെ പി അധ്യക്ഷനെ കുറിച്ച് വന്നിരിക്കുന്ന ഈ പരാതിയെ സംബന്ധിച്ച് എന്ത് അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്? എന്താണ് അക്കാര്യത്തിൽ ബി ജെ പി നിലപാടെടുത്തിട്ടുള്ളത്? ചോദ്യം ചോദിക്കുന്നവരെ പുറത്താക്കുക, അതാണല്ലോ. അത് നമുക്ക് പരിശോധിക്കാം. ആദ്യം അവരിപ്പോഴും മന്ത്രിസഭയിൽ ഇരിക്കുന്നില്ലേ? അവര് മന്ത്രിസഭയിൽ അവരല്ലല്ലോ ഇപ്പൊ ബീഹാറിൽ മത്സരിച്ചത്. അവരല്ലല്ലോ, ഇവരല്ലല്ലോ അവിടെ പോയി ബീഹാറിൽ മത്സരിച്ചത്. ശരി.